റൂം തുടങ്ങിയ ഒന്ന് എന്നെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ആ കിക്കിന്റെ അങ്ങോട്ടൊന്ന് ഇടാവോ എനിക്ക്. അങ്ങനെ നല്ലതേ. പെട്ടെന്ന് അവന് ചെയ്യാൻ പറ്റത്തില്ല. റൂം മാറ്റാമേ, റൂം മാറ്റിയിടാം, റൂം മാറ്റിയിടാം. എല്ലാരും ഇറങ്ങണേ, റൂം ബഗ്ഗായി എല്ലാരും കൊറേ തല്ലി കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ആഴ്ച നമ്മളെ ഗ്യാങ് ഹൗസിൽ കുനിഞ്ഞിരുന്ന കൊമ്പാച്ചൻ മറ്റേ അമ്മാരെ കൊടുത്തുള്ള മറ്റേ മനസ്സിലല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മറ്റേ മുട്ടയിലിരുന്നില്ലേ നമ്മളെല്ലാവരും മുട്ടയിലിരുന്നില്ലടാ, അവൻ തന്നെ നമ്മൾ പറഞ്ഞ എന്തോ ചെയ്തു മുട്ടയിലിരുന്ന്, അവൻ പറഞ്ഞ എന്തോ നമുക്ക് ചെയ്തു തന്നായിരുന്നേ. മറ്റേ ഗ്യാങ്സിന്റെ മുട്ടയിൽ അവൻ തന്നെ ഞാൻ അവനോട് എടാ ഇവന്റെ ഒക്കെ വായിൽ ഏച്ചു അടിച്ച് കേറ്റിയാലോ? എന്താണ് കണ്ടി ഒന്ന് കേക്കണില്ലല്ലേ? എല്ലാരും എസ്കേപ്പ് ആർപ്പ് ചെയ്തോ, എസ്കേപ്പ് ആർപ്പ് ചെയ്തോ എല്ലാരും. സംസാരിക്കുമ്പോഴത്തേക്ക് എന്താ കിടന്ന് ഞാൻ മാറി. എടാ അവിടെ മൈക്ക് ബൂസ്റ്റ് ചെയ്ത് അവരെ ഒന്ന് കൊടങ്ങട്ടെ. ഞാൻ റൂമിട്ട് കോഡ് പറഞ്ഞു. ഡിസ്കോഡ് விட்டுட்டு வெளில வா. அவங்க டிடிஎம்ல இருந்து வெளில வா. அவனுக்கு போட்டோம், அவன் பாட்டு போட்டோம் விடு. ഹലോ പറയണ അവനാണ് അവൻ കൊറേ എല്ലാം കേട്ടിരിക്കുന്നതിന് പരിധിയൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നേ. ഇല്ലല്ല ഞാൻ മാറി സംസാരിക്കും. അതിന്റെ വിഷമം അതിന്റെ ഫ്രസ്ട്രേഷനാ കൊറേ കൊണ്ട് കാണിക്കുന്നത്. കൊമ്പൻ എസ്കേപ്പ് കൊമ്പൻ മനസ്സിലായ ഒരുപാട് കണ്ടികള് കൊമ്പാച്ച മുട്ടയിൽ നിന്ന് വായിലെടുത്തിട്ടുണ്ട്. മനസ്സിലായ ഗ്യാങ്ങോസിന്റെ മുട്ടയിൽ നിന്ന് വായിലെടുത്തിട്ടുണ്ട്. അത് നീയൊക്കെ ആലോചിച്ചോ, അതൊക്കെ നീയൊക്കെ ആലോചിച്ചോ കേട്ടോ. ഗ്യാങ്ങോസിന് കൊമ്പാച്ച കുഞ്ഞിരുന്നപ്പോ രണ്ടുപേര് ശർക്കരയും കൊടുത്ത് അവൻ മറ്റേ രണ്ടുപേർക്ക് മറ്റേ ഓലയും കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഓഫീസ് ഞങ്ങളോട് ചോദിച്ചു നോക്ക്. വേണ്ട നിന്റെ കൊമ്പാച്ചനെ രണ്ടര കെട്ട് ശർക്കര ഓലയും കൂടെ കഴിച്ചൂടെ കൊമ്പാച്ചനെ ശർക്കര ഓല പിന്നെ കാളപ്പാലുണ്ട് കൊമ്പാച്ചന്റെ ഫേവറേറ്റ് കാളപ്പാല് അവൻ വായിലിട്ടോളും ഇഷ്ടം പോലെ മനസ്സിലായോ ലീഡർ നമ്മുടെ ഗ്യാങ്സിന്റെ മുട്ട വന്നിരുന്നവന്മാരാണ് ഇവന്റെ ലീഡർ നമ്മുടെ ഗ്യാങ്സിന്റെ മുട്ട വന്നിരുന്നവന്മാരാ സംസാരിക്കണ്ട അയ്യോ റവിന്റെ കൊമ്പിലെ രാപ്പാടി അതാണ് ഇനി പാചകം നീ പറക്കണ്ട നീ കൊമ്പാച്ചനെ